ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ തലേദിവസം വൈകുന്നേരം തന്നെ ഞാൻ രാവിലത്തേനെ കറിക്കൊക്കെ ആവശ്യമായിട്ടുള്ളതെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊന്നുമില്ല. തക്കാളിക്കറിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാബേജ് തോരനും ഉള്ളതാണ്. അപ്പോൾ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളിക്കറി വെക്കണം. അപ്പോൾ വലിയ സംഭവമായിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ട്. അപ്പം ഇന്നലെ പെട്ടെന്നാണ് പറഞ്ഞത് ഇന്ന് ചോറ് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഉള്ളതൊക്കെ വെച്ചിട്ട് വേഗം ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം തന്നെ ഞാൻ തക്കാളിയാണ് വെച്ചത്. അപ്പോൾ തക്കാളി കറി എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളിങ്ങനെ വഴറ്റിയെടുക്കൂലേ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് അങ്ങനെയാണ് ആക്കിയെടുത്തത്. അത് ജിൽജോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പൊടിയെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയൊക്കെ വെച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കുറച്ച് സമയം. അന്നേരത്തിന് നമ്മുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പം ക്യാബേജ് തോരനും കൂടെ ആക്കണം. അപ്പോൾ തക്കാളി ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി ചെറുതീയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കാനും വെച്ച് ആ സമയത്ത് തേങ്ങയും കൂടി ചിരണ്ടുന്നുണ്ട്. പിന്നെ ഇച്ചിരി മതിയോണ്ട് നമുക്ക് സാധനങ്ങളെല്ലാം ഇച്ചിരി മതിയല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് തേങ്ങ ചിരണ്ടി എടുക്കുവാണേ. ഈസി ആണല്ലോ. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് നാരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ തോരനുള്ള പരിപാടികൾ നോക്കുവാണ്. ഇപ്പം 4 മണി ആയിട്ടുണ്ടായിരുന്നു വെളുപ്പിനെ. ഇവിടെ എന്തോ പൂജ നടക്കുന്നുണ്ട്. നേരത്തെയൊക്കെ 6 മണിക്കൊക്കെ ആയിരുന്നു പൂജ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ആണെങ്കിൽ 4 മണിക്ക് ചെയ്യുന്നുണ്ട്. അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്തോ ഒരു സ്പെഷ്യൽ ഡേ വരുവാന്ന്, ഈ 25-നോ മറ്റോ. അത് എന്നാന്ന് എനിക്ക് കറക്റ്റായിട്ട് പിടികിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇവിടെ പൂജ നടക്കുന്നുണ്ട്. എല്ലാവരും രാവിലെ തന്നെ എഴുന്നേക്കും. അപ്പോൾ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തേന് ഉപ്പുമാവായിരുന്നു ആക്കിയത്. രാത്രി തന്നെ റവ വറുത്ത് വെച്ചതുകൊണ്ട് രാവിലെ അത്രയും പണി കുറഞ്ഞിരുന്നേ. പിന്നെയാണ് എനിക്കാണെങ്കിൽ നല്ല കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പുമാവാണ് എനിക്കിഷ്ടം. എനിക്ക് ഒത്തിരി ഇങ്ങനെ സാധനം വഴറ്റാൻ വേണ്ടിയിട്ട് വേണം. റവ കുറവാണെങ്കിലും ബാക്കി സാധനങ്ങൾ കൂടുതൽ വേണം, അങ്ങനെ ആയിരുന്നേ. പിന്നെ ഇപ്പം ആണെങ്കിൽ എൻ്റെ കയ്യിൽ പച്ചമുളകും സവാളയും മാത്രമേ ഉണ്ടാകും. പിന്നെ ബീട്രൂട്ടും വെണ്ടയ്ക്കൊക്കെ അതൊന്നും പിന്നെ ഇടത്തില്ലല്ലോ. അങ്ങനെ അത് അവിടെ നിന്ന് ആവുന്ന നേരം കൊണ്ട് ചോറായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ കൈയോടെ ഊറ്റുവാണേ. എനിക്ക് ഈ ഒരു പണിയാണ് ഏറ്റവും പേടി. ഇതാണെങ്കിൽ ഒന്നാമത് ഇതങ്ങ് നീങ്ങി പോകും ഈ പാത്രം. അത് കാരണം ഭയങ്കര പേടിയും അതിനേക്കാളും ശ്രദ്ധയോടും കൂടെ ഞാൻ ഇത് മാത്രം ചെയ്യുന്നത്. എന്തെങ്കിലും പണി ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരൊറ്റ കാര്യമാണ്. വെള്ളം നന്നായിട്ട് തിളച്ചപ്പോഴത്തേനും നമ്മുടെ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി പണി പാളിയെന്ന്, കാരണം വെള്ളം കൂടി എന്നാണ് വിചാരിച്ചേ. പക്ഷെ ഇല്ലായിരുന്നു കേട്ടോ, എല്ലാം നല്ലോണം കറക്റ്റായിട്ട് വന്നു. അങ്ങനെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ഇടണമായിരുന്നു. അങ്ങനെ വേസ്റ്റ് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ എടുത്ത് ആ ഒരു കവറിനകത്തോട്ട് ഇടുവാണ്. ഇത് ചേട്ടായി പോകുമ്പോഴത്തേനും കൊണ്ടുപോയിക്കോളുവേ. അങ്ങനെ ഇന്നത്തെ വേസ്റ്റ് എല്ലാം മാറ്റി ഇനിയിപ്പം അവിടെ ആ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിനകത്തോട്ട് വേറൊരു കവറിറക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുറേ പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകാനുള്ളതെല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റി. എന്നിട്ട് അവിടേക്ക് ഒന്ന് നന്നായിട്ട് തുടച്ചേ. എന്നിട്ട് ഞാൻ അതെല്ലാം കൂടെ എടുത്ത് സിങ്കിനകത്തിട്ട് വെച്ച് അന്നേരം കഴുകുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഉപ്പുമാവിന് കറി കടലയാണ് ആക്കുന്നത്. അപ്പോൾ ഞാൻ കടലേൻ്റെ വീഡിയോ ഒന്നും പക്ഷേ എടുത്തില്ലായിരുന്നേ. അങ്ങനെ മസാലയൊക്കെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. ഈ മസാലേൻ്റെ കൂടെ കുറച്ച് കടലയും കൂടെ ഇട്ട് ഞാൻ മിക്സിക്കകത്ത് അടിച്ചെടുക്കും. അങ്ങനെ മസാല തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. ആ നേരം കൊണ്ട് ഞാൻ പാത്രം കഴുകിയെടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് ഭയങ്കര തലവേദനയായിരുന്നു. രാത്രി ഫുള്ള് തലവേദനയായിരുന്നു. അപ്പോൾ എനിക്ക് രാത്രി അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ തലവേദന കൂടുകയും കുറയുകയും. അതിൻ്റെ ഒരു ഗ്രാഫ് ഞാൻ ഇന്നലെ ഫുള്ളിങ്ങനെ കണ്ടു മുന്നിൽ. അപ്പം വെളുപ്പിനെ ആയപ്പോഴത്തേന് എനിക്ക് ഇച്ചിരി കുറഞ്ഞതാണ്. അന്നേരം തന്നെ ഞാൻ എണ്ണീക്കുകയും ചെയ്തു. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ മസാലയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ ഈ വെന്ത കടലയ്ക്കകത്തോട്ട് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചായയും കൂടെ വേണമായിരുന്നു. അങ്ങനെ ആൾക്ക് വേണ്ടിയിട്ടുള്ള ചായ ഇടുവാണ്. ഞാൻ എടുക്കുന്നില്ല, കാരണം ഈ സമയത്തൊക്കെ കുടിച്ച് ചിലപ്പോൾ ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് ലേബലിൻ്റെ ചായപ്പൊടിയായിരുന്നു. അത് കാരണമാണെങ്കിൽ അത് കളറ് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഇട്ടു. അപ്പോൾ തിളയ്ക്കുമ്പോഴത്തേനും കളറ് വന്നോളും. എന്നിട്ട് ഞാൻ അതവോണം കടച്ച് വെച്ചിട്ടുണ്ട് ചൂട് പോകാണ്ടിരിക്കാൻ. ഇനിയിപ്പോൾ ആൾക്ക് ചോറ് എടുക്കുവാണ്.
സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് അടിപൊളിയല്ലേ, നല്ല രസമാണ്, നമുക്കെല്ലാം എടുത്ത് വെക്കാനൊക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ട് ഇരുന്നോളും, കാണുമ്പം തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അവിടെ വീണിട്ടുണ്ടായിരുന്നു, പിന്നെ ചോറുമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കൈയോടെ തുടച്ച് കൊടുക്കുവാണ്. അപ്പോൾ കുക്കറിനകത്തുനിന്ന് ഇച്ചിരി വെള്ളം കടല വെക്കാൻ നേരത്ത് വീണിട്ടുണ്ടായിരുന്നു, അതും ഒക്കെ ഒന്ന് നന്നായിട്ട് നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരത്തേന് ആൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് കുടിക്കാനുള്ള ചായയൊക്കെ എടുത്തു. ഇതിന് ഇച്ചിരി കയ്പ്പ് കൂടുതലാണ് ഈ ഒരു പൊടിക്ക്, അപ്പോൾ അത് കാരണം ഞാൻ ഇച്ചിരി പഞ്ചസാര കൂടുതലിടുന്നുണ്ട്. ഭയങ്കര കയ്പ്പാണ്, നമുക്ക് ഒട്ടും പറ്റുകയില്ല. പിന്നെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടുക്കളയൊന്ന് നന്നായിട്ട് തൂത്തുവാരി, പിന്നെ ആൾക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം കൂടെ ഞാൻ തന്നെ എടുത്തു കൊടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കൊടുത്തൊക്കെ, ഇങ്ങനെ എല്ലാം നമ്മൾ തന്നെ ബാഗൊക്കെ എടുത്ത് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തു, എല്ലാ ദിവസവും ഒന്നും ചെയ്യത്തില്ല, ഇന്നെന്തായാലും ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഡിമാർട്ടിൽ നിന്ന് മേടിച്ച ക്ലിപ്പ്, അത് ഞാൻ വെറുതെ കാണിച്ചാണ്. അപ്പോൾ ആളിതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്താണ്. അപ്പോൾ എന്നോട് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു, എന്നാലും ഞാൻ വെറുതെ എടുത്താണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ വാതിൽ കഴിഞ്ഞ ദിവസം പോയതാണ്. പിന്നെ ആണെങ്കിൽ പുതിയ പൂട്ട് വെച്ചതാണ് കേട്ടോ, താക്കോൽ വെച്ച് നമ്മൾ തുറന്നപ്പം കംപ്ലൈൻറ്റ് പറ്റിയതാണ്. പിന്നെ ആളന്നേരത്തേനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞാൻ ഇന്നൊക്കെയാണ് വെളിയിൽ ഇറങ്ങുന്നില്ല, ഞാൻ അകത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ, ഞാൻ വെളിയിലോട്ട് ഇറങ്ങത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. ഇന്ന് പക്ഷേ എന്തോ ഇച്ചിരി ധൈര്യം കിട്ടിയിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ആളങ്ങനെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. എന്നിട്ട് ഞാൻ അടുക്കളയിൽ വന്ന് ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലായിടവും പൂട്ടിയിടണം. ഞാൻ അങ്ങനെ പൂട്ടിയിട്ടുണ്ടോയെന്ന് ഒരു 5-6 തട്ടമെങ്കിലും നോക്കും. കിടന്നാലും പിന്നെയും എണ്ണീറ്റ് വരും ഗ്യാസ് ഓഫ് ചെയ്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം. പക്ഷേ ഇന്ന് ഞാൻ ഉറങ്ങിയില്ലായിരുന്നേ, അങ്ങ് വേഗം എണ്ണീറ്റ് കേട്ടോ. എന്നിട്ട് ചായ വെച്ചിട്ട് നേരെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വരുന്നു എൻ്റെ അതിഥികൾ. ഇവരെ കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, മയിലുകളാണ്. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വരിയായിട്ട് പോകുന്നതൊക്കെ കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു ദിവസം ഇവരെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര സങ്കടമൊക്കെയാണ്. പക്ഷെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും കാണും. ഈ ഒരു സമയത്ത് എണ്ണീക്കണമെന്ന് മാത്രം, ഞാൻ എല്ലാതെ കിടന്നിട്ട് എണ്ണീക്കുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകും. അങ്ങനെ ഞാനാണെങ്കിൽ കുറേ സമയം അവരെ നോക്കി നിന്നു. എന്നിട്ട് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറേ സമയം ഞാൻ അങ്ങോട്ട് മയിലുകളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവരെന്നായിരിക്കും എല്ലാ ദിവസവും ഈ വരുന്നത്, എന്തെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടിരിക്കുവേ. എന്നിട്ട് അപ്പോഴത്തേനും ചായയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു, രാവിലെ എണ്ണീറ്റുകൊണ്ടാന്ന് തോന്നുന്നു. അത് കാരണം ഞാൻ രാവിലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ കറി അതിനകത്തോട്ട് ഒഴിക്കുന്ന ഇഷ്ടമില്ല, ഒരു പാത്രത്തിനകത്തെടുത്ത് പിന്നെ മെല്ലെ അങ്ങ് ഒഴിക്കുന്നതൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ ഞാനാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ചായക്കൊക്കെ നല്ലോണം ഞാൻ മധുരം ഇടുവേ. അങ്ങനെ ഇരുന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ഒരു നൈറ്റിയാണ് എടുത്തിട്ടിരിക്കുന്നത്, പണ്ടത്തെ നൈറ്റിയാണ്. അവിടെയൊക്കെ നന്നായിട്ട് തുടച്ച് പിന്നെ കഴിച്ച പാത്രങ്ങളൊക്കെ കൈയോടെ അങ്ങ് കഴുകി വെക്കുവാണേ. എന്നിട്ട് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറങ്ങാം, രാവിലെ ഉറങ്ങിയില്ലല്ലോ, നന്നായിട്ടൊന്ന് കറന്ന് ഉറങ്ങാം, അപ്പോഴത്തേനും തലവേദന മാറുമെന്നായിരുന്നേ. പക്ഷേ എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ അങ്ങ് എണ്ണീറ്റേക്കാമെന്ന് വിചാരിച്ചു, എന്നാൽ പണിയൊക്കെ നേരത്തെ തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിക്കുവാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്ത് കാണിച്ച വിക്സ്, അതുകൂടെ ഇല്ലാത്ത ഒരു ദിവസം പോലും എനിക്ക് ഇല്ല. അങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം ഇപ്പം. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് എൻ്റെ ഒരുങ്ങുന്ന സ്ഥലമൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി കേട്ടോ. എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഇങ്ങനെ നമ്മൾ എടുക്കും, ആളും എടുക്കും ഞാനും എടുക്കും, അങ്ങനെ നിരത്തും, പിന്നെ ഞാൻ തന്നെ റെഡിയാക്കണം. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് നീറ്റാക്കി. പിന്നെ ആണെങ്കിൽ കുറച്ച് തുണി മടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ വീട്ടിലും കാണും, ഒന്നെങ്കിൽ ഒരു കട്ടിൽ, അല്ലെങ്കിൽ ഒരു കസേര, അല്ലെങ്കിൽ ഒരു റൂമായിട്ട് മാറ്റിയിടും തുണികൾക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. നമുക്ക് എത്ര അലമാരി ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയല്ലേ, അതുപോലെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പോൾ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഈ റൂമിൽ അങ്ങനെ നമ്മൾ കിടക്കാറില്ല, ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് മാറത്തുള്ളൂ. അപ്പോൾ അത് കാരണം അന്നന്ന് മടക്കാതെ ഞാൻ ഇവിടെ കൊണ്ടിട്ടിട്ടിട്ടിട്ട് ഒരു ദിവസമാകുമ്പം അങ്ങ് എൻജോയ് ചെയ്തങ്ങ് മടക്കും. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് മടക്കി ഒരു ഷീറ്റൊക്കെ എടുത്ത് വിരിച്ച് അപ്പോഴത്തേനും ഞാൻ അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ബൂട്ടായതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു തുറക്കാനും അടയ്ക്കാനും ഒക്കെ. പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ മണ്ടയ്ക്ക് വന്ന് വിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത്രയും തുണി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. അലക്കിയപ്പോൾ എനിക്ക് ഇത്രയും തോന്നിയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അങ്ങനെ അലക്കാൻ വേണ്ടിയിട്ട് മുക്കി വെച്ച ഗ്യാപ്പിൽ ഞാനാണെങ്കിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തൂക്കലും തുടക്കലൊക്കെ. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര
ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന സമയത്തെ ഭയങ്കര മരണപ്പണിയായിരുന്നു. അന്നേരം എനിക്ക് വേറെ ഒന്നിനും സമയം കിട്ടിയില്ല, വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി എന്നുള്ള കേട്ടോ സത്യം. അങ്ങനെ ഞാൻ അതൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭയങ്കര വെയിലാണ്, 9 മണി ആയിട്ടേ ഉള്ളൂ രാവിലെ, എന്നാലും നല്ല വെയിലുണ്ട്. പക്ഷെ നമുക്ക് ആ വെയിലിൻ്റെ അത്രയും ചൂട് ദേഹത്തോട്ട് അടിക്കുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യമേ. അങ്ങനെ ക്ലിപ്പെല്ലാം ഇട്ട്, ഇല്ലെങ്കിൽ ക്ലിപ്പിട്ടില്ലെങ്കിൽ എല്ലാം കൂടെ പറന്നു പോകും. തിരിച്ച് വന്നിട്ട് കുളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴത്തേനും കുറച്ച് എണ്ണ ചൂടാക്കി ഞാൻ തലയെ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ലോണം തലവേദന കുറയുന്നതായിട്ട് തോന്നും, അതുപോലെ തന്നെ എനിക്ക് മുടി നന്നായിട്ട് വളരുന്നുമുണ്ട്. ആഴ്ച 2 തവണ ഞാൻ തല കഴുകാറുള്ളൂ, മാക്സിമം പോയാൽ 3 തവണ, അതിൽ കൂടാറില്ല കേട്ടോ. അപ്പം ഞാൻ കഴുകുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ എണ്ണ തേച്ച് കുറേ സമയം ഇങ്ങനെ മസാജ് ചെയ്യും, എണ്ണ കുറച്ച് ചൂടാക്കിയിട്ട്. അപ്പം എനിക്ക് നല്ലപോലെ മുടി വളരുന്നതായിട്ടും പിന്നെ തലയ്ക്ക് നല്ലൊരു സുഖം കിട്ടുന്ന പോലെ തോന്നും കേട്ടോ. എൻ്റെ കൈ കഴിക്കുന്നോടം വരെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു 10-15 മിനിറ്റൊക്കെ എണ്ണ ഇങ്ങനെ വെക്കും, എന്നിട്ടാണ് ഞാൻ കഴുകി കളയുന്നത്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു. പിന്നെ ഞാനിത് ഇന്നലെ DMart നിന്ന് മേടിച്ചൊരു പപ്പായയുടെ ഫേസ് മാസ്ക് ആണ്. ഇങ്ങനെ കുരു വന്നതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ 1 ബൈ ഗെറ്റ് 1 കിട്ടിയപ്പം മേടിച്ചതാണ്. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ മോർണിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.